Amen.
കേവലം സ്തോത്രം മാത്രമല്ല, ആരാധന മാത്രമല്ല, ഇവിടുത്തെ ഓർപ്പിക്കുകയാണ്, നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദവുമുള്ള യാഗമായിട്ട് സമർപ്പിക്കുന്ന ഒരു യാഗം യേശു ക്രിസ്തു കാൽവരിയിൽ അർപ്പിച്ചു. അതുപോലെ നമുക്ക് അർപ്പിക്കാൻ കഴിയുന്ന കാര്യമല്ല. എന്നാൽ ദൈവ ഇഷ്ടത്തിന് വേണ്ടി നമ്മെയും നമ്മുടെ ആത്മാവിനെയും ശരീരത്തെയും നമ്മുടെ ദേഹിയെയും ദൈവമേ നിന്റെ ഇഷ്ടത്തിന് വേണ്ടി ഞാൻ ഏൽപ്പിച്ച് തരുന്നു എന്ന് പറഞ്ഞ് കൊടുക്കുന്നതാണ് ആരാധന എന്നുള്ളത്. ശരീരവും ദേഹിയും ആത്മാവും ദൈവത്തിന് വിട്ടുകൊടുക്കാത്ത ആരാധന കേവലം ഒച്ചപ്പാടുകൾ മാത്രമേ ഉള്ളൂ. അതല്ല ദൈവം ആഗ്രഹിക്കുന്നത്. എന്റെ ശരീരത്തെ ജീവനും വിശുദ്ധിയും. എന്താണ് ജീവൻ? യേശുവാണ് ജീവൻ. ആ ജീവൻ എനിക്ക് കിട്ടിയപ്പോൾ അവൻ യേശുവിന് ജീവൻ എന്നിലേക്ക് വരുവാനിടയായി. എന്നാൽ യേശുവിന് മരണത്തോടെ ഏകീഭവിക്കുന്നതായ ആ യേശുവിന്റെ ജീവന് എനിക്ക് ലഭിച്ചപ്പോൾ എനിക്കൊരു നിത്യജീവൻ കിട്ടുവാനിടയായി. ആ നിത്യജീവൻ എന്നുള്ള യേശു ക്രിസ്തു തന്നെയാണ്. അതുകൊണ്ടാണ് ഇവിടെ തിരുവചനം പറയുന്നത്, നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദവുമുള്ള യാഗമായിട്ട് സമർപ്പിക്കണം. എന്താണ് ആമേൻ ഇവിടെ ബുദ്ധി എന്ന് പറയപ്പെടുന്നത്? എന്താണ്? നമുക്ക് എടുത്ത് വായിക്കാം. 1 കൊരിന്ത്യർ 1-ാമത്തെ അധ്യായം അതിന്റെ 24-ാമത്തെ വാക്യം, 23-24-ാമത്തെ വാക്യം. ഞങ്ങളോ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. ആമേൻ. യഹൂദന്മാർക്ക് ഇടർ ചെയ്യും, ജാതികൾക്ക് ഭോഷത്വമെങ്കിലും യഹൂദന്മാരാകട്ടെ ആമേൻ യവനന്മാരാകട്ടെ വിളിക്കപ്പെട്ട ഏവർക്കും ദൈവശക്തിയും ദൈവജ്ഞാനവുമായ ക്രിസ്തുവിനെ. അവ എന്താണ്? ക്രിസ്തു എന്ന് പറയുന്നത് എന്താണ്? ദൈവത്തിന്റെ ജ്ഞാനമാണ്. ആ ജ്ഞാനമായ ക്രിസ്തുവിന് ദൈവശക്തിയാണ്. അവൻ ദൈവശക്തിയുടെ വലത്തുഭാഗത്ത് ഇരിക്കുന്നത് നിങ്ങൾ കാണുമെന്ന് പറയുന്നു. അവൻ ദൈവശക്തിയും ദൈവജ്ഞാനവുമായ ക്രിസ്തു. അപ്പൊ ആരാണ് ദൈവശക്തി? ദൈവം തന്നെയാണ്. എന്നാൽ പുതിയ നിയമത്തിൽ കാണുവാൻ കഴിയുന്നു, അവൻ പിലാത്തോസിനോട് പറയുന്ന ഒരു കാര്യമുണ്ട്, ദൈവശക്തിയുടെ വലത്തുഭാഗത്ത് ഇരിക്കുന്നത് നിങ്ങൾ കാണും. മാത്രമല്ല ഇവിടെ പറയുന്നു, അപ്പൊ യേശുവാനാണ്. അവൻ ദൈവശക്തിയും ദൈവജ്ഞാനവുമാണ്. ആ ജ്ഞാനം എന്താണെന്ന് എന്ന് 2-ാം അധ്യായത്തിന്റെ 7-ാമത്തെ വാക്യത്തിൽ കാണുവാൻ കഴിയുന്നു. ദൈവം ലോക സൃഷ്ടിക്ക് മുമ്പേ നമ്മുടെ തേജസ്സിനായി മുൻനിയമിച്ചതും മറഞ്ഞിടുന്നതുമായ ദൈവത്തിന്റെ ജ്ഞാനമത്രേ മർമ്മമായി ഞങ്ങൾ പ്രസ്താവിക്കുന്നു. അല്ലേ? അപ്പോ ഇവിടെ ദൈവത്തിന്റെ ശക്തി എന്ന് പറയുന്നതും ദൈവത്തിന്റെ ജ്ഞാനവുമായ ക്രിസ്തു അതൊരു മർമ്മമാണ്, അതൊരു രഹസ്യമാണ്, അതൊരു മിസ്റ്ററിയാണ്. എന്നാൽ ആ മിസ്റ്ററി എവിടെയാണ് വെളിപ്പെട്ടു വന്നതെന്ന് അപ്പോസ്തലനായ പൗലോസ് ഓർപ്പിക്കുകയാണ്. ആ മർമ്മം എവിടെയാണ് ഇരിക്കുന്നത്, ആ മർമ്മം എന്താകുന്നു എന്ന് കൊലോസ്യ ലേഖനത്തിൽ വ്യക്തമായി പറയുന്നുണ്ട്. അപ്പോസ്തലനായ പൗലോസ് കൊലോസ്യർക്ക് എഴുതിയ ലേഖനം 1-ാമത്തെ അധ്യായം അതിന്റെ 26-ാമത്തെ വാക്യം 27-ാമത്തെ വാക്യം ഒന്നും വായിക്കുക. ആമേൻ. കൊലോസ്യ ലേഖനം 1-ാമത്തെ അധ്യായം അതിന്റെ 27 മുതൽ വാക്യം വായിക്കുക. അത് പൂർവ്വകാലങ്ങൾക്കും തലമുറകൾക്കും മറഞ്ഞു കിടന്ന മർമ്മമെങ്കിലും ഇപ്പോൾ അവന്റെ വിശുദ്ധന്മാർക്ക്. അപ്പോൾ ആരാധിക്കുന്നവർ ആരാണ്? വിശുദ്ധന്മാരാണ്. ഹല്ലേലൂയ. ആമേൻ. ബുദ്ധിയുള്ളവരാരാണ്? അവർ വിശുദ്ധന്മാരാണ്. ഹല്ലേലൂയ. അപ്പോൾ അവിടെ തിരുവചനം ഓർപ്പിക്കുകയാണ്, പൂർവികന്മാർക്ക് മറഞ്ഞു കിടന്നതും ഇപ്പോൾ അവരുടെ വിശുദ്ധന്മാർക്ക് വെളിപ്പെടുത്തി കിട്ടിയതായ മർമ്മമാണ്. എന്ത്? ആമേൻ. ക്രിസ്തു എന്ന ജ്ഞാനം എവിടെയിരിക്കുന്നത്? മർമ്മമായി നമ്മുടെ ഹൃദയത്തിൽ ഇരിക്കുന്നു. ബാക്കിയോട് വായിച്ചാടെ അവരോട് ഇപ്പോൾ പലർക്കും അറിയുന്നില്ല. എന്നാൽ ക്രിസ്തു ആരാകുമെന്ന് മനസ്സിലാക്കിയവർ മാത്രമേ അത് പറയാൻ കഴിയുള്ളൂ. അതുകൊണ്ടാണ് ഇവിടെ തിരുവചനം പറയുന്നത്, ആമേൻ. ആ ദൈവം ലോക സൃഷ്ടിക്ക് മുമ്പേ ജ്ഞാനമത്രേ മർമ്മമായി ഞങ്ങൾ പ്രസ്താവിക്കുന്നു. ആമേൻ. ഈ ക്രിസ്തു തേജസ്സുള്ളവനാണ് എന്ന് അവർ അറിഞ്ഞിരുന്നുവെങ്കിൽ തേജസ്സിന്റെ കർത്താവിനെ അവർ ക്രൂശിക്കില്ലായിരുന്നു. അപ്പോൾ യേശു ആരാണ്? തേജസ്സിന്റെ കർത്താവ്. ഹല്ലേലൂയ. അതുകൊണ്ടാണ് പത്രോസ് അപ്പോസ്തലൻ പറയുന്നത്, ക്രിസ്തുവിനെ കർത്താവായി മാറാൻ പോകുകയാണ്. ഈ പ്രാകൃതമായത് ഹല്ലേലൂയ ആദ്യമായി മാറാൻ പോകുകയാണ്. സ്തോത്രം. അതുകൊണ്ട് പരിശുദ്ധാത്മാവോട് ഓർപ്പിക്കുകയാണ്, ആമേൻ. നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി നിങ്ങളുടെ
ദൈവത്തിന് പ്രസാദമുള്ള യാഗമാണ് അർപ്പിക്കപ്പെട്ട് വരുമ്പോൾ അവരുടെ നടുവിലേക്ക് ഇറങ്ങി വരുന്നവനായ ദൈവം, അവരുടെ നടുവിലേക്ക് കടന്നു വരുന്നവനായ ദൈവം. അതുകൊണ്ടാണ് തിരുവചനം ഓർപ്പിക്കുന്നത്, രണ്ടോ മൂന്നോ പേരുടെ നാമത്തിൽ കൂടി വരുന്നിടത്തൊക്കെയും ഞാൻ അവരുടെ നടുവിലുണ്ട്. സ്തോത്രം. ദൈവം എവിടെയുണ്ട്? നമ്മുടെ നടുവിലുണ്ട്. എന്തിനു വേണ്ടിയാണ്? നമ്മുടെ ആവശ്യങ്ങൾ അറിയുന്നവനായ ദൈവം, നമ്മുടെ കാമുകളെ പ്രശ്നമാക്കുവാൻ കഴിയുന്നവനായ ദൈവം, വിചാരങ്ങളെ അറിയുന്നവനായ ദൈവം, ആവശ്യത്തിന് ഒത്തവണ്ണം ചോദിക്കുന്നതിലും നിലയ്ക്കുന്നതിലും അത്യന്തപരമായി തരുവാൻ കഴിയുന്നവനായ ദൈവം. സ്തോത്രം. അപ്പൊ ഈ ദൈവം ആരാണ്? കേവലം ഒരു മനുഷ്യൻ മാത്രമല്ല, അവൻ ദൈവവും കൂടിയാണ് എന്ന് തിരുവചനം ഓർപ്പിക്കുന്നു. അവ നിങ്ങളുടെ ശരീരങ്ങളുടെ ജീവനും വിശുദ്ധി. അവ ശരീരം ദൈവം വിലയ്ക്ക് വാങ്ങിയതാണ്. ഹല്ലേലൂയ. വിലയ്ക്ക് വാങ്ങിയ ശരീരത്തെയും ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദമുള്ള യാഗമായിട്ട് സമർപ്പിക്കണം. അങ്ങനെ സമർപ്പിക്കപ്പെട്ടതായ ദൈവമക്കൾ ഈ ലോകത്തിന് അനുരൂപരാകരുത്. സ്തോത്രം. എന്ത് ചെയ്യാൻ പാടില്ല? ഈ ലോകത്തിന് അനുരൂപരാകാൻ പാടില്ല. ആമേൻ, ആമേൻ. അതുകൊണ്ട് എന്തുകൊണ്ടാണ് ഇന്ന് ദൈവമക്കൾ മദ്യപിക്കാത്തതിന്റെ കാരണം, അല്ലെങ്കിൽ മദ്യപാനോട് കൂടെ നടക്കാൻ ഇഷ്ടപ്പെടാത്തതിന്റെ കാരണം നമുക്ക് ഒരു വാക്യം വായിക്കാം. 1 കൊരിന്ത്യർ 5-ാം അധ്യായം അതിന്റെ ശ്രദ്ധിക്കണമേ. എന്നാൽ സഹോദരൻ എന്ന പേർപ്പെട്ട ഒരുവൻ, ആമേൻ, രക്ഷിക്കപ്പെട്ട ഒരുവൻ, ആമേൻ, ദുർനടപ്പുകാരനോ അത്യാഗ്രഹിയോ വിഗ്രഹാരാധിയോ പാകിഷ്ഠാനക്കാരനോ മദ്യപനോ പിടിച്ചുവരക്കാരനോ ആകുന്നുവെങ്കിൽ അവനോട് സംസർഗം അരുത്. അവനോട് സംസർഗം അരുത്. അടുത്ത വാക്യം പറയുകയാണ്, അങ്ങനെ ഉള്ളവരോട് കൂടെ ഇരുന്ന് ഭക്ഷണം കഴിക്കുക പോലും അരുത്. സ്തോത്രം. ഹല്ലേലൂയ. ആരാധിക്കുന്ന ദൈവമക്കൾ, ശരീരത്തെ ദൈവാത്മാവിന്റെ ഇഷ്ടത്തിന് വേണ്ടി ഏൽപ്പിച്ചു കൊടുത്ത ദൈവമക്കൾ അങ്ങനെ ഉള്ളവരോട് കൂടെ പോയിരിക്കാൻ പാടില്ല. അതുകൊണ്ടാണ് 1-ാം സങ്കീർത്തനം പറയുന്നത്, ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടക്കരുത്, പാപിയുടെ വഴിയിൽ നിൽക്കരുത്, പരിഹാസിയുടെ ഇരിപ്പിടത്തിൽ ഇരിക്കരുത്. സ്തോത്രം. അരുത്, അരുത്, അരുത്. എന്നാൽ അതിന് വിരുദ്ധമായി ചെയ്യുമ്പോൾ ഓർക്കണം, ഇവിടെ പരിശുദ്ധാത്മ ഓർപ്പിക്കുകയാണ്, അങ്ങനെ ആകുന്നുവെങ്കിൽ, മദ്യപനോ പിടിച്ചുവരക്കാനോ ആകുന്നുവെങ്കിൽ അവനോട് സംസർഗം അരുത്, അവനോട് കൂടി ഭക്ഷണം കഴിക്കുക പോലും അരുത്. അവസാന വാക്യം പറയുകയാണ്, ആ ദുഷ്ടനെ നിങ്ങളുടെ ഇടയിൽ നിന്ന് നീക്കിക്കളവേ. സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ. ഇങ്ങനെയുള്ളവരെ ദുഷ്ടന്മാരെന്നാണ് തിരുവചനം വിളിക്കുന്നത്. ആ ദുഷ്ടനെ നിങ്ങളുടെ നടുവിൽ നിന്ന് നീക്കിക്കളവേ. ഹല്ലേലൂയ. എങ്കിലും സഹോദരനെ എന്ന് വെച്ച് എന്ത് ചെയ്യണം? ബുദ്ധി ഉപദേശിക്കാത്രേ വേണ്ടത്. ഹല്ലേലൂയ. അപ്പോഴും ഉപേക്ഷിക്കാനല്ല പറയപ്പെടുന്നത്. സ്തോത്രം. ഹല്ലേലൂയ. പത്രോസ് യേശുവിനെ തള്ളി പറഞ്ഞു, ഒറ്റിക്കൊടുത്ത് ആമേൻ എല്ലാം ചെയ്തു വെക്കത്തന്നെയും അറിയുന്നില്ല എന്ന് 3 പ്രാവശ്യം പറഞ്ഞു വെക്കത്തന്നെയും അവസാനത്തോളം അവൻ സ്നേഹിച്ച ഒരു കർത്താവ് ഉണ്ടായിരുന്നു. ഹല്ലേലൂയ. യൂദാസിനെ സ്നേഹിച്ചു. നീ ചെയ്യാനുള്ള വേഗത്തിൽ ചെയ്യാൻ അവനെ പറഞ്ഞയക്കുകയാണ് ചെയ്തത്. ദൈവങ്ങളെ ഓർക്കണം. ആമേൻ. പണ്ട് പിതാക്കന്മാർ ഇങ്ങനെ പറയാറുണ്ട്, അടിച്ച വഴി കിട്ടിയില്ലെങ്കിൽ എന്ത് ചെയ്യണം? പോയ വഴി അടിക്കുക. സ്തോത്രം. അടിച്ച വഴി കിട്ടിയില്ലെങ്കിൽ പോയ വഴി എന്ത് ചെയ്യുക? സ്തോത്രം. അതാണ് മുടിയനായ പുത്രൻ. എന്ത് സംഭവിച്ചു? അവൻ പന്നിക്ക് കൊടുക്കുന്ന വാള പോലും കിട്ടാത്ത ഒരു അവസ്ഥ വന്നപ്പോൾ അവൻ മടങ്ങി വന്ന അപ്പനെ കാണിക്കാൻ വീഴുവാനിടയായി. ദൈവമക്കളെ, സ്തോത്രം. ഹല്ലേലൂയ. അപ്പൻ ആ മകനെ അന്വേഷിച്ച് പോയില്ല. എന്നാൽ വീണ്ടും അവൻ എവിടെ മടങ്ങി വന്നു? സ്തോത്രം. അവൻ ഓർക്കുവാനിടയായി, അപ്പനടിയിലേക്ക് മടങ്ങി വരുവാനിടയായി, ക്ഷമ ചോദിക്കുവാനിടയായി. ഹല്ലേലൂയ. ഇതോടെ തെറ്റിപ്പോകുന്ന നമ്മളൊക്കെ എന്ത് ചെയ്യണം? കർത്താവേ, എനിക്ക് തെറ്റുപറ്റിപ്പോയി എന്ന് പറഞ്ഞുകൊണ്ട് ദൈവത്തിന്റെ അടുക്കിലേക്ക് മടങ്ങി വരുന്നവരെ സ്വീകരിക്കുന്നവനായ ദൈവം. കാലം ആരെങ്കിലും ഇവിടെ ഇരിക്കുന്നവരാരെങ്കിലും ഏതെങ്കിലും തെറ്റിൽ അകപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ, ഹല്ലേലൂയ, നമ്മുടെ മാനസാന്തരം കേൾക്കുവാൻ വേണ്ടി കാത്തിരിക്കുന്ന ഒരു കർത്താവുണ്ട്. ഹല്ലേലൂയ. നമ്മുടെ മാനസാന്തരത്തെ കുറിച്ച് ആമേൻ ആഗ്രഹിക്കുന്ന ഒരു കർത്താവുണ്ട്. മടങ്ങി വരുന്ന ആരെയും സന്തോഷത്തോടെ സ്വീകരിക്കുന്നവനായ ദൈവം, മടങ്ങി വരുന്ന ആരെയും സന്തോഷത്തോടെ ആമ ഏറ്റെടുക്കുന്നവനായ ദൈവം. ഇന്ന് പകൽക്കാലം ആ ദൈവത്തെ നമ്മൾ ആരാധിക്കാൻ പോകുകയാണ്. ഹല്ലേലൂയ. ആ ആമേ. അപ്പൊ ദുഷ്ടന്മാരോട് കൂടി എന്ത് ചെയ്യാൻ പാടില്ല? അവർക്കുള്ള ഓഹരി എവിടെയാണ്? തീയും ഗന്ധവും കത്തുന്ന പൊയ്യയിലത്രേ. അവിടെ പാർപ്പിടം പാതാളത്തിലത്രേ. നമ്മുടെ പാർപ്പിടമോ ആമയെ തേജസ്സിന്റെ ഉടയവനായ കർത്താവിനോട് കൂടെയാണ്. അതുകൊണ്ടാണ് തിരുവചനോട് ഓർപ്പിക്കുന്നത്. സ്തോത്രം. ആമേൻ. നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദമുള്ള യാഗമായിട്ട് അർപ്പിക്കപ്പെട്ടതായ വ്യക്തി കർത്താവിന്റെ മരണം വരെയും അവിടെ ശരീരം വിശുദ്ധമായിരിക്കണം. ആമേൻ. ഹല്ലേലൂയ. അവിടെ പരിശുദ്ധാത്മ ഓർപ്പിക്കണം. എന്നിട്ട് എന്ത് ചെയ്യണം? അടുത്ത വാക്യം പറയുകയാണ്, അവർ ഈ ലോകത്തിന് അനുരൂപരാകരുത്.
അവൻ ലോകത്തിന്റെ മോഹം നശിച്ചു പോകും, ജഡമോഹം നശിച്ചു പോകും, കൺമോഹം നശിച്ചു പോകും. നശിക്കാത്ത ഒന്നുണ്ടെങ്കിൽ അത് നിത്യത മാത്രമാണ്. അതുകൊണ്ട് പറയുന്നു, അങ്ങനെ ആത്മീയ മക്കൾ ഈ ലോകത്തിന് അനുരൂപരാകരുതേ. എല്ലാവരും വാക്യം പറഞ്ഞാട്ടെ. സ്തോത്രം. ആത്മീയ മക്കൾ ഈ ലോകത്തിന് അനുരൂപരാകരുത്. സ്തോത്രം. ഹല്ലേലൂയ. അവൻ നമ്മെ പരീക്ഷിക്കാം, സാരമില്ല, എങ്കിലും കർത്താവ് എവിടെയുണ്ട്? ആമേൻ. മഹത്വത്തിന്റെ പ്രത്യാശയായ ആ മർമ്മമാകുന്ന ക്രിസ്തു എവിടെയിരിക്കുന്നു? എന്റെ ഉള്ളിൽ ഇരിക്കുന്നത് കൊണ്ട് എനിക്ക് അശുദ്ധിയിലേക്ക് പോകാൻ കഴിയത്തില്ല, എന്റെ കണ്ണിന്റെ അശുദ്ധിയിലേക്ക് വിടാൻ കഴിയത്തില്ല, എന്റെ സ്പർശനത്തെ അശുദ്ധിയിലേക്ക് വിടാൻ കഴിയത്തില്ല. കാരണം എന്റെ ഉള്ളിൽ പ്രിയത്തിന്റെ രഹസ്യങ്ങൾ അറിയുന്ന ഒരു കർത്താവുണ്ട്. ഈ കർത്താവ് ഉണ്ടെന്ന ബോധ്യമുള്ള ഒരു കരങ്ങളോട് സ്തോത്രം ചെയ്താട്ടെ. അവൻ ജീവിക്കുന്ന ദൈവമായി, രക്ഷിക്കുന്ന ദൈവമായി, നമ്മോട് കൂടി ഇരിക്കുന്ന ദൈവമാണ്. ആമേൻ. എന്താ അങ്ങനെ പറയാനുള്ള കാരണം? അതിന്റെ 5-ാമത്തെ വാക്യം ഇങ്ങനെ ഓർപ്പിക്കുകയാണ്. അതുപോലെ പലരായ നാം ക്രിസ്തുവിൽ ഒരു ശരീരവും എല്ലാവരും തമ്മിൽ അവയവങ്ങളുമാണ്. സ്തോത്രം. അപ്പൊ എന്താകുന്ന സഭ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നാം എല്ലാവരും ക്രിസ്തുവിന്റെ അവയവങ്ങളും, പലരായ നാം ആരാണ്? ക്രിസ്തുവിന്റെ ശരീരത്തിന്റെ അവയവങ്ങളാണ്. അവർ ആമേൻ. ഒരു ശരീരത്തിന്റെ അവയവങ്ങൾ ഒരേ യൂണിറ്റിൽ ഇരിക്കുന്ന പോലെ നമ്മൾ ചിന്തിച്ചു നോക്കി. നമ്മുടെ വലത് കൈ ഒരിക്കലും ഇടത് കൈയിട്ട് അടിക്കാറില്ല. പിന്നെ അവര് യോജിപ്പോട് അടിക്കുന്നുണ്ട്. അത് ആരാധനയിലാണ്. സ്തോത്രം. അവിടെ ഐക്യത നോക്കി 10 കമ്പികളെ വീണുകൊണ്ട് അവർ പാടി ദൈവത്തെ ആരാധിക്കും. സ്തോത്രം. അല്ലാതെ വാശിയുടെ വൈരാഗ്യത്തോട് വലത് കൈ എന്നിട്ട് ഇടത് കൈയിട്ട് അടിക്കാറില്ല, ഇടത്തേക്കാട്ട് തൊഴിക്കാറില്ല. ആമേൻ. ഹല്ലേലൂയ. അങ്ങനെയാകുന്നുവെങ്കിൽ ക്രിസ്തുവിന്റെ ശരീരമാകുന്ന സഭയ്ക്കകത്ത് വഴക്കുണ്ടാകാൻ പാടില്ല, ഭിന്നത ഉണ്ടാകാൻ പാടില്ല. സ്തോത്രം. ആമേൻ. ക്രിസ്തുവിന്റെ ശരീരമാകുന്ന സഭ അത് ഐകമത്യമുള്ളതായിരിക്കണം, സ്നേഹമുള്ളതായിരിക്കണം, പരസ്പരം കരുതുന്നതായിരിക്കണം. അതുകൊണ്ട് അവരെ പരിശുദ്ധാത്മാവ് ഓർപ്പിക്കുന്നത്, അതുകൊണ്ട് പലരായ നാം ക്രിസ്തുവിൽ ഒരു ശരീരവും എല്ലാവരും തമ്മിൽ അവയവങ്ങളുമാകുന്നു. സ്തോത്രം. അപ്പൊ ഞാൻ ആരാകുന്നു? ക്രിസ്തുവിന്റെ അവയവമാണ്. സ്തോത്രം. ക്രിസ്തു എന്ന സഭയുടെ അവയവമാണ്. ഞാൻ എന്റെ വാക്കുകളിവിടെ വിരാമമിടുക. പിന്നെ 1-2 വാക്യങ്ങളോട് ഓർപ്പിക്കുന്നു. സ്തോത്രം. അതിന്റെ 16-ാമത്തെ വാക്യം, 14-ാമത്തെ വാക്യം, ക്രിസ്തു അകത്തുള്ളവൻ എന്താണ് ചെയ്യുന്നത്? 14-ാമത്തെ വാക്യം, നിങ്ങളെ ഉപദ്രവിക്കുന്നവരെ അനുഗ്രഹിപ്പിൻ, ശപിക്കാതെ എന്ത് ചെയ്യണം? മാനുഷിക ബുദ്ധി കൊണ്ട് കഴിയുന്നൊരു കാര്യമല്ല. പറ്റുമോടി? സ്തോത്രം. അത്രമാത്രം പരിശുദ്ധാത്മാവിന്റെ നിറവ് വന്നാൽ മാത്രമേ അല്ലെങ്കിൽ ഇങ്ങോട്ട് ഉപദ്രവിക്കുന്നവരെ അനുഗ്രഹിക്കാൻ പറ്റത്തുള്ളൂ. സ്തോത്രം. ഹല്ലേലൂയ. ഒരു മദ്യപാനിയായ മകനോട് കൂടെ താമസിക്കുന്ന ഒരു അച്ഛനെ, ഹല്ലേലൂയ, അദ്ദേഹത്തിന്റെ ക്ഷമ, അദ്ദേഹത്തിന്റെ സ്നേഹം, കരുതല്, അവന് വേണ്ടി ഉണ്ടാക്കി വെക്കുന്ന ഭക്ഷണം, ഹല്ലേലൂയ, ഒരു ചെറിയ മുറിയിൽ അവർ ഒരുമിച്ച് കിടക്കുന്ന അവസ്ഥ. സ്തോത്രം. ചിലപ്പോൾ എന്നെ കൊണ്ട് പറ്റിയത് വരത്തില്ല. ഹല്ലേലൂയ. നമ്മൾ ചിന്തിക്കണം, ഒരു മദ്യപാനിയോടുകൂടെ മദ്യപാനിയല്ലാത്ത അപ്പൻ കിടക്കുമ്പോൾ, സ്തോത്രം, എന്തുമാത്രം സഹിച്ച കിടക്കുന്നത്. ഹല്ലേലൂയ. എന്നാൽ ഇവിടെ വചനം പറയുന്നത് ഇങ്ങനെയാണ്, നിങ്ങൾ ഉപദ്രവിക്കുന്നവരെ അനുഗ്രഹിപ്പിൻ, ശപിക്കാതെ അനുഗ്രഹിപ്പിൻ. 16-ാമത്തെ വാക്യം, തമ്മിൽ ഐകമത്യമുള്ളവരായി വലിപ്പം ഭാവിക്കാതെ എളിയവരോട് ചേർന്നുകൊള്ളുകയും. സ്തോത്രം. കഴിയുമെങ്കിൽ 12-ാമത്തെ വാക്യം പറയുന്നു, ആമേൻ, കഴിയുമെങ്കിൽ നിങ്ങളാൽ ആവോളം സകല മനുഷ്യരോടും സമാധാനമായിരിപ്പീൻ. കഴിയുമെങ്കിൽ നിങ്ങളാൽ ആവോളം സകല മനുഷ്യരോടും സമാധാനമായിരിപ്പീൻ. അതാണ് യേശു പറഞ്ഞത്, എന്റെ സമാധാനം ഞാൻ നിനക്ക് തരുന്നത്. സ്തോത്രം. സമാധാനം ഉണ്ടാക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തിന്റെ പുത്രന്മാർ എന്ന് വിളിക്കപ്പെടും. ഹല്ലേലൂയ. അതുകൊണ്ട് ഇന്ന് പകൽക്കാല സമാധാനം ഉണ്ടാക്കുന്നവരുടെ ആരാധന കൈക്കൊള്ളുവാൻ ആഗ്രഹിക്കുന്ന കർത്താവ് അവൻ നമ്മുടെ നടുവിനുണ്ട്. നമ്മുടെ ഭവനത്തിൽ സമാധാനം ഉണ്ടാക്കുന്നവരായിരിക്കണം. സ്തോത്രം. നമ്മുടെ ഭവനത്തിൽ നമ്മൾ സമാധാനം ഉണ്ടാക്കുന്നവരായിരിക്കണം. കാരണം നമ്മുടെ ദൈവ മക്കളാണ്, ക്രിസ്തു അകത്തുള്ളവരാ. ക്രിസ്തു അകത്തുള്ളവൻ ക്ഷമിക്കുന്നവനാ, എല്ലാം പൊറുക്കുന്നവനാ ദൈവമക്കളെ. അതുകൊണ്ടാണ് എന്റെ പിതാവ് എന്നെ കൊണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ചോറ് വെച്ച് മുഖത്തേക്ക് എറിയുമ്പോഴും ചിരിക്കാൻ ക്രമ കിട്ടിയതിന് കാരണം ഹല്ലേലൂയ, ഒരു ക്രിസ്തുവിനെ അകത്ത് കയറി. അതുകൊണ്ട് പൗലോസ് ഇങ്ങനെ പറയുന്നത്, ഈ ക്രിസ്തുവിനെ നിങ്ങളുടെ ഹൃദയത്തിൽ ഒന്ന് ഒഴിവാക്കുവാൻ വേണ്ടി ഞാൻ പ്രസവവേദന അനുഭവപ്പെടുകയാണ്. ഹല്ലേലൂയ. പൗലോസ് പറയുകയാണ്, ഞാൻ പ്രസവവേദന അനുഭവപ്പെടുക. എന്തിനു വേണ്ടിയാ? പ്രസവിക്കാൻ വേണ്ടിയല്ല, എന്നൊരു പ്രസവം അവിടെ നടക്കുക. അവൻ ഒരുവന്റെ ഉള്ളിലേക്ക്, ഒരുവന്റെ ഹൃദയത്തിലേക്ക് ക്രിസ്തുവിനെ അങ്ങ് പകർന്നു കൊടുത്തു കഴിയുമ്പോൾ അവനെ ക്രിസ്തുവിൽ ഒരു മകനാടി ഏൽപ്പിച്ചു കഴിഞ്ഞാൽ ആ പ്രസവവേദന അനുഭവിക്കുന്ന പൗലോസിന്റെ വേദനത ഏത് വിധേനയെങ്കിലും ഒരുവനെ ക്രിസ്തുവിന്റെ
യേശുവിന്റെ അടുക്കിലേക്ക് കൊണ്ടുവരിക എന്നുള്ളത് ആ ദൗത്യം നമുക്കും വേണം. നമ്മൾ കണ്ടുമുട്ടുന്നവരാരും നശിച്ചു പോകാനിടയാക്കാതെ അവിടെ നിത്യതയിലേക്ക് പ്രവേശിപ്പാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. ഹല്ലേലൂയ. നമുക്ക് എല്ലാവർക്കും എഴുന്നേറ്റ് ആമേൻ പാട്ടുകൾ പാടി ദൈവത്തെ നമുക്ക് ആരാധിക്കാം. ബുദ്ധിയുള്ള ആരാധനയായി നിങ്ങളുടെ ശരീരങ്ങളുടെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദമുള്ള യാഗമായിട്ട് സമർപ്പിപ്പാൻ നമുക്ക് ദൈവകരങ്ങളിലേക്ക് നമുക്ക് ഏൽപ്പിക്കാം. ഹല്ലേലൂയ. 14-ാം വാക്യം, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇന്നലെ രാത്രി സംസാരിക്കുകയാണ്. അതിങ്ങനെയാണ്: യേശു പത്രോസിന്റെ വീട്ടിൽ വന്നപ്പോൾ അവന്റെ അമ്മായിയമ്മ പനി പിടിച്ച് കിടക്കുന്നത് കണ്ടു. അവൻ അവളുടെ കൈ തൊട്ടു, പനി അവളെ വിട്ടു. അവൾ എഴുന്നേറ്റ് അവർക്ക് ശുശ്രൂഷ ചെയ്തു. ഒരാളൊന്ന് വായിച്ചാട്ടെ. യേശു പത്രോസിന്റെ വീട്ടിൽ വന്നാറെ അവന്റെ അമ്മായിയമ്മ പനി പിടിച്ചു കിടക്കുന്നത് കണ്ടു. അവൻ അവളുടെ കൈ പിടിച്ചു, കൈ തൊട്ടു, പനി അവളെ വിട്ടു. അവളെ എഴുന്നേറ്റ് അവർക്ക് ശുശ്രൂഷ ചെയ്തു. ഒരു സഹോദരന്റെ ജീവിതത്തിൽ ഒരു ഭാരമുണ്ടായി. ഹല്ലേലൂയ. ഇന്നത്തെ നിന്റെ മകളോടുള്ള ദൂതാണ്. പ്രൈസ് ദി ലോർഡ്. ദൈവം ഇന്ന് പ്രവർത്തിച്ചിട്ടേ ഇവിടുന്ന് പോകും. ദൈവത്തിന്റെ ആത്മാവ് ഇന്ന് ഞാൻ എത്ര ദിവസം അവിടെ കാണുന്ന എനിക്ക് തന്നെ അറിയില്ല. ഹല്ലേലൂയ. ഒരു പക്ഷേ ഇന്ന് എന്റെ ലാസ്റ്റ് സൺഡേ ആയിരിക്കാം. ഞാൻ നിങ്ങളോട് കാര്യം പറയാം. ഈ വചനം നമുക്ക് തന്നത് ദൈവത്തിന് ഒരു പദ്ധതിയുണ്ട്. ഒരു രോഗിയായ ഒരു ഭവനത്തിൽ ആര് പോയി ചെന്നു? യേശുവാണ് ചെന്നത്. യേശു ഒന്നുകൂടെ ഓർക്ക വായിച്ചേ. യേശു പത്രോസിന്റെ വീട്ടിൽ വന്നാറെ അവന്റെ അമ്മായിയമ്മ പനി പിടിച്ചു കിടക്കുന്നത് കണ്ടു. അവൻ അവളുടെ കൈ തൊട്ടു, പനി അവളെ വിട്ടു. അപ്പൊ യേശു വന്നു. യേശുവിന്റെ ആത്മാവ് നമ്മളിൽ തന്നു. ഇവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. യേശു വന്നു, ഞാൻ പോവുകയാണ്. എന്നിൽ വിശ്വസിക്കുന്നവൻ യേശു ചെയ്തതുപോലെ ഹല്ലേലൂയ തന്റെ പ്രവൃത്തി മാത്യു കൂടെ, ലക്ഷണത്തിൽ കൂടെ, നമ്മുടെ ആന്റണിയിൽ കൂടെ, നമ്മൾ ഓരോരുത്തരും കൂടെ ദൈവം ചെയ്യുവാൻ ആഗ്രഹിക്കും. ഹല്ലേലൂയ. നിങ്ങൾ മനസ്സിലാക്കണം, യേശു നമുക്ക് തന്ന അധികാരമുണ്ട്. എന്തുണ്ട്? അധികാരമുണ്ട്. യേശു ഇതൊക്കെ ശിഷ്യന്മാരെ കാണിച്ചു കൊടുത്തിട്ട് പറയുകയാണ്, നിങ്ങൾക്ക് ചെയ്യുവാൻ കഴിയാത്തത് ഒന്നുമില്ല. എന്നിൽ വിശ്വസിക്കുന്നവൻ ഞാൻ ചെയ്യുന്നതിലും അധികം. ഇന്ന് നിന്റെ ഡെലിവറൻസ് ഉടകം പറയുക. ഹല്ലേലൂയ. ഇന്ന് ദൈവം പ്രവർത്തിക്കേണ്ട ദിവസമാണ്. ഹല്ലേലൂയ. 14-ാം വാക്യം. അവന്റെ അടുക്കൽ കൊണ്ടുവന്നു. അവൻ വാക്കുകൊണ്ട് ദുരാത്മാക്കളെ പുറത്താക്കി സകല ദീനക്കാർക്കും സൗഖ്യം വരുത്തി. അവൻ നമ്മുടെ ബലഹീനതകളെ എടുത്തു, വ്യാധികളെ ചുമന്നു എന്ന് യെശയ്യാ പ്രവാചകൻ പറഞ്ഞത് നിവൃത്തിയാക്കുവാൻ. അനേക ഭൂതങ്ങൾ യേശുവിന്റെ ശബ്ദത്താൽ വിട്ടുപോയി. അനേക രോഗികൾ യേശുവിന്റെ ശബ്ദത്താൽ സൗഖ്യമായി. ഈ മത്തായി സുവിശേഷം 8-ാം അധ്യായം 14-ാം വാക്യം ഇന്ന് തന്നെങ്കിൽ, ദൈവാത്മാവ് തന്നെങ്കിൽ, എന്റെ വാക്കിന് ഇത് ഞാൻ നിങ്ങളോട് കാര്യം പറയാം. ദൈവം നമ്മുടെ മധ്യത്തിൽ ഒരു വിടുതൽ അയക്കുന്ന ദിവസമാണ്. നിങ്ങൾ എന്നോട് ഒത്ത യാത്ര ചെയ്യണം. ഈ വചനത്തെ നമ്മൾ ചോദിക്കുക അസാധ്യമാണെന്നോ? ദൈവത്തിന്റെ പുസ്തകത്തിൽ അസാധ്യമെന്ന ഒന്ന് ഇല്ല. ദൈവത്തിന്റെ പുസ്തകത്തിൽ ഹല്ലേലൂയ. ദൈവത്തിന്റെ ആത്മാവ് ഇന്ന് നമ്മളോട് ഈ ഒരു വചനം എനിക്ക് തരണമെങ്കിൽ, ഈ വചനം തരണമെങ്കിൽ ദൈവത്തിന് ഒരു പ്രവൃത്തിയുണ്ട്. യേശു തൊട്ടു, സംഭവിച്ചത് പനി വിട്ടുമാറി. യേശു കൽപ്പിച്ചു, എന്ത് സംഭവിച്ചു?
സാക്ഷ്യം പറഞ്ഞു. ഇവിടെ വചനം പറയാണ്, ആ ബലഹീനത ആരെ ഏറ്റെടുത്തു? തോമസ് ബ്രദറെ ഇങ്ങോട്ട് നോക്കിയാട്ടെ, ആ ബലഹീനത ആരെ ഏറ്റെടുത്തു? കേൾക്കാമല്ലോ, കേൾക്കാമല്ലോ. 17 വാക്യം വായിച്ചാട്ടെ. അല്ല, 17 വാക്യം, 8:17. ആമേൻ. ഓക്കേ, അവൻ ആരുടെ ബലഹീനതയും ആരുടെ യാതികയും ചുമന്നു. എന്റെ ഇവിടെയാണ് ദൈവപ്രവൃത്തി നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടുന്നത്. വല്ലവ ഒരു വ്യക്തിയുടെ ജീവിതത്തിന്റെ ബലഹീനതയല്ല. ഇവിടെ നാമും നമ്മുടെ ദൈവവുമായി ഒരു ബന്ധത്തിൽ നിന്നുകൊണ്ട് ഈ വചനത്തെ മെഡിറ്റേറ്റ് ചെയ്ത് നാം പ്രാർത്ഥിക്കുക. ഇവിടെ നിൽക്കെ ചിന്താമണ്ഡലം ഏകാഗ്രതയോട് നിൽക്കണം. മോളായാലും അപ്പനായാലും സഹോദരനായാലും സഹോദരിയായാലും മാതാവായാലും പിതാവായാലും ഇത് ദൈവത്തിന് പ്രവർത്തിക്കുന്ന ദിവസമാണ്. അവൻ നമ്മുടെ ബലഹീനതകളെ എന്ത് ചെയ്തു? എന്ത് ചെയ്തു? ബലഹീനതയെ അവൻ എടുത്തു, വ്യാധികളെ ചുമന്നു. നമ്മുടെ വ്യാധിയും നമ്മുടെ ബലഹീനതയുമായ വിഷയത്തിന്റെ മേൽ ദൈവം ഒരു പ്രവൃത്തി ചെയ്തു. ഇന്ന് ഈ വചനം കേട്ടിട്ട് ബലഹീനതയിലും വ്യാധിയിലും യാലയം വിട്ടു പോയാൽ ദൈവത്തിന്റെ കുറ്റമല്ല. നിങ്ങൾ വചനപ്രകാരം വചനത്തിന്റെ ശക്തിയിൽ നിങ്ങൾ വിശ്വസിച്ചെങ്കിൽ മാത്രമേ നിങ്ങളുടെ ജീവിതത്തിൽ വിടുതൽ നടക്കുകയുള്ളൂ. ഓ, ചെറിയ വിഷയമല്ലിത്. ഇന്നലെ രാത്രി 4:30 ദൈവാത്മാവ് കാണിച്ചു തന്ന വിഷയമാണ്. അവൻ എന്റെ ബലഹീനതയെ ചുമന്നു, അവൻ എന്റെ രോഗത്തെ ചുമന്നു, അവൻ എന്റെ ഭാരത്തെ ചുമന്നു, അവൻ എന്റെ വ്യാധിയെ ചുമന്നു. അത് ഇന്ന് രാവിലെ ഈ സഭായോഗത്തിന്, ഈ ഫെബ്രുവരി 8-ാം ദിവസം രാവിലെ ഈ സഭായോഗത്തിൽ നിന്നുകൊണ്ട് ഞാൻ വിളിച്ചു പറയുകയാണ്. നമ്മുടെ തലമുറയുടെ വ്യാധിയായിരിക്കാം, നമ്മുടെ തലമുറയുടെ ബലഹീനതയായിരിക്കാം, നമ്മുടെ തലമുറയുടെ വിഷയമായിരിക്കാം, അതിനെ ചുമക്കുന്ന ഒരു കർത്താവ് ഉണ്ട്. അപ്പോൾ നമ്മൾ വിശ്വസിച്ചുകൊണ്ട് നമ്മൾ ഇതിനെ ദൈവത്തിന്റെ കരത്തിൽ ഏൽപ്പിക്കുകയാണ്. കർത്താവേ, എന്റെ വിഷയത്തെ നീ ചുമന്നു. എന്റെ സുരേഷ് എന്റെ മകനാണ്, അവന്റെ വിഷയത്തെ ആര് ചുമന്നു? യേശു ചുമന്നു. ഇത് വാ കൊണ്ട് പറഞ്ഞ്, ഹല്ലേലൂയ, വാ കൊണ്ട് പറഞ്ഞ് വിടുതൽ എടുക്കുക എന്നുള്ളത് അവനവന്റെ വിഷയമാണ്. മനസ്സിലായോ? എന്തെല്ലാം വന്നാലും കർത്താവിൻ പിന്നാലെ സന്തോഷമായി ഞാൻ. എന്തെല്ലാം വന്നാലും പിന്നാലെ മതി നിർത്തേ. അനേക വിഷയങ്ങളുണ്ട്. അപ്പോൾ നമ്മൾ എടുക്കുന്ന ഒരു തീരുമാനമാണ്, എന്തെല്ലാം വിഷയം വന്നാൽ, നമ്മുടെ കുഞ്ഞുങ്ങളുടെ വിഷയത്തിലായാലും നമ്മൾ അഭിമുഖീകരിക്കുന്ന ഏത് വിഷയമായാലും, എന്തെല്ലാം വന്നാലും ഞാൻ പിന്മാറുകയില്ല. കർത്താവിൻ പിന്നാലെ സന്തോഷമായി ഞാൻ യാത്ര ചെയ്യും. ഈ ഒരു ഉറപ്പ് നമുക്കുണ്ടായിരിക്കണം. അല്ലേ? അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം, ഇന്ന് നിന്റെ വ്യാധിയും നിന്റെ രോഗവും നിന്റെ പേടി മാറുന്ന ദിവസം. അയ്യോ, പറഞ്ഞാട്ട് ഇന്ന് രാവിലെ ഇന്നത്തെ മീറ്റിംഗിൽ എന്റെ വ്യാധിയും എന്റെ ഭാരവും എന്റെ പേടിയും എന്റെ ബലഹീനതയും ആരും മാറ്റാൻ ഇവിടെ വന്നിട്ടുണ്ട്. ഉറക്കെ യേശു വന്നിട്ടുണ്ട്. ഹല്ലേലൂയ. 18-ാം വാക്യം. യേശു തന്റെ ചുറ്റും വളരെ പുരുഷാരത്തെ കണ്ടാറെ അക്കരയ്ക്ക് പോകുവാൻ കൽപ്പിച്ചു.
അന്ന് ഒരു ശാസ്ത്രി അവന്റെ അടുക്കൽ വന്നു. ഗുരു, നീ എവിടെ പോയാലും ഞാൻ നിന്നെ അനുകരിക്കാമെന്ന് പറഞ്ഞു. ഓക്കെ, ഇവിടെ ഒരു വിഷയം തുടങ്ങിയാണ്. കർത്താവ് ഇത്രയും കാര്യം പറഞ്ഞിട്ട് പുരുഷാരം, ഒരു വലിയ പുരുഷാരമുണ്ട്. കർത്താവ് ഒരു കാര്യം ചെയ്യുമ്പോൾ അതിന്റെ പുറകിൽ കർത്താവിനൊരു പദ്ധതിയുണ്ട്. കർത്താവിന് ഒരു പദ്ധതിയുണ്ട്. ഹല്ലേലൂയ. ഒരു പാപിയെ ദൈവം രക്ഷിച്ചാൽ ആ മാനസാന്തരപ്പെട്ട പാപിയിൽ കൂടെ കർത്താവിനൊരു പദ്ധതിയുണ്ട്. ഹല്ലേലൂയ. 45 അടി താഴ്ചയുള്ള പൊട്ടക്കിണറ്റിൽ വീണ് 3 വർഷം നടക്കുവാൻ വയ്യാതെ കിടന്ന വഴിയിൽ കിടന്ന എന്നെ പറ്റി ഒരു പദ്ധതി ഉണ്ടായിരുന്നു. ഹല്ലേലൂയ. സെമിനാരിയിൽ അച്ചപ്പട്ടത്തിന് പോയ ആളെ പറ്റി ഒരു പരിപാടി ഉണ്ടായിരുന്നു. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ദൈവം ഓരോ വ്യക്തികളെയും പറ്റി ഒരു പദ്ധതി ഇട്ടിട്ടുണ്ട്. ഇന്നത്തെ ഇവിടെ രാമമംഗലം ഐസിഎം ചർച്ചിന്റെ ശുശ്രൂഷകനായിരിക്കുന്ന പാസ്റ്റർ മാത്യു വർഗീസ് പാസ്റ്റർ, ഹല്ലേലൂയ, മാത്യു പാസ്റ്റർ ദൈവത്താൽ നിയോഗിക്കപ്പെട്ട് ദൈവം ആക്കി വെച്ച, ദൈവസഭയ്ക്ക് ദൈവം ആക്കി വെച്ച ഒരു ദൈവദാസനാണ്. പ്രൈസ് ദി ലോർഡ്. അത് മാത്യു പാസ്റ്ററിന് അറിയാം. അതുകൊണ്ട് അനേക വ്യാധികളും അനേക ഭാരങ്ങളും അനേക പ്രശ്നങ്ങളും തൻ്റെ ജീവിതത്തിന്റെ പടകിൽ ആഞ്ഞടിക്കുമ്പോഴും താൻ പറയുന്നത്, എന്നെ ദൈവം വിളിച്ചു. ആ വിളിച്ച ദൈവം എന്റെ വിഷയത്തിന് മേൽ പ്രവർത്തിക്കുവാൻ ശക്തനാണ്. നമ്മുടെ ഉറപ്പിലാണ് ദൈവത്തിന്റെ നിങ്ങൾ ഉറക്കപ്പെടണം. ദൈവത്തിന്റെ പ്രവൃത്തി. ഹല്ലേലൂയ. അത് ഇവിടെ ഒരു സംഭവം നടക്കുകയാണ്. ഒരു ശാസ്ത്രി, അല്ലല്ല, അവൻ അക്കരയ്ക്ക് പോകാൻ കൽപ്പി. അന്ന് ഒരു ശാസ്ത്രി അവന്റെ അടുക്കൽ വന്നു. ഗുരു, നീ എവിടെ പോയാലും ഞാൻ നിന്നെ അനുഗമിക്കാമെന്ന് പറഞ്ഞു. ഒരാൾ വന്ന് പറയാണ്, ഗുരു, നീ എവിടെ പോയാലും ഞാൻ നിന്നെ അനുഗമിക്കാം. ഹല്ലേലൂയ. അപ്പോൾ യേശു തന്റെ അവസ്ഥ ആ വ്യക്തിയോട് പറയുകയാണ്. കുറുനരികൾക്ക് കുഴിയും ആകാശത്തിലെ പക്ഷികൾക്ക് കൂടുമുണ്ട്, മനുഷ്യപുത്രന് തലചായ്ക്കാൻ ഇടമില്ല എന്ന് പറഞ്ഞു. അപ്പോൾ യേശുവിന് മാളികയില്ല, യേശുവിന് കടപ്പാടമില്ല. ഹല്ലേലൂയ. കുറുനരികൾക്ക് കൂടുണ്ട്. ഹല്ലേലൂയ. എല്ലാ ആകാശത്തിലെ പക്ഷികൾ, ഇതിനെല്ലാം ഒരു സുഖ സൗകര്യമുണ്ട്. നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവായ യേശു സ്വർഗീയ അനുഗ്രഹത്തെ വെടിഞ്ഞ് മനുഷ്യവേഷമെടുത്ത് ഭൂമിയിലേക്ക് മാനവജാതിയുടെ രക്ഷയ്ക്കായി യാഗമായി തീരുവാൻ വന്ന യേശുവിന് ഭവനമില്ല. ആലോചിച്ച് നോക്കിക്കേ. ഹല്ലേലൂയ. യേശു തുറന്നു പറയുകയാണ്. ഹല്ലേലൂയ. തന്റെ ജനനം, ഹല്ലേലൂയ, പശു തൊട്ടിയില്. ഹല്ലേലൂയ. തന്റെ ദൈനംദിന ജീവിതം പകല് മുഴുവൻ സുവിശേഷം അറിയിച്ച് രാത്രിയിൽ മലയുടെ മുകളിൽ കയറും. ഹല്ലേലൂയ. പിതാവിനോട് സമ്പർക്കം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്താണ്? നാളത്തെ ശുശ്രൂഷയ്ക്ക്. ഹല്ലേലൂയ. കൊച്ചു വിഷയമല്ലത്, ശരിക്കും നിങ്ങൾ മനസ്സിലാക്കണം. ഹല്ലേലൂയ. എന്നാൽ ഈ വ്യക്തി യേശുവിന്റെ ഉള്ള അവസ്ഥ അറിഞ്ഞപ്പോൾ ഈ വ്യക്തി എന്ത് സംഭവിച്ചു? യേശുവിനെ വിട്ട് പോയി. അവന് ശിഷ്യനായോ? ഇല്ല. അടുത്ത വാക്യം. ശിഷ്യന്മാരിൽ വേറൊരുത്തൻ അവനോട്, ആ, കർത്താവേ, ഞാൻ മുമ്പേ പോയി ഈ അപ്പനെ അടക്കം ചെയ്യുവാൻ എന്തുവാനും തരണമെന്ന് പറഞ്ഞു. യേശു അവനോട്, നീ എന്റെ പിന്നാലെ വരിക, മരിച്ചവ തങ്ങളുടെ മരിച്ചവരെ അടക്കം ചെയ്യട്ടെ. ഹല്ലേലൂയ. ഇവിടെ ഒരു വിഷയമുണ്ട്. ഇവിടെ 2 വ്യക്തികളെ ദൈവാത്മാവ് കാണിക്കുകയാണ്. 2 വ്യക്തികളെ ദൈവാത്മാവ് കാണിച്ചിട്ട് ഒരുത്തനെ യേശുവിനെ അനുഗമിക്കാൻ വന്നാൽ അവന് ഒരു നന്മയും കിട്ടത്തില്ല. ഒരു നന്മയും അവന് കിട്ടത്തില്ല. യേശുവിന് വീട് പോലുമില്ലാത്ത യേശുവിനെ പിൻപറ്റിയവനെ എന്ത് എന്ന് ആണ് ഒരാളുടെ ചിന്ത. മറ്റവൻ അനുഗമിക്കാൻ വന്നപ്പോൾ പറയാണ്, അല്ലെ എന്താ പറഞ്ഞേ?
അനുഗമിക്കാമെന്ന് പറഞ്ഞു. ഇവിടെ രണ്ട് വ്യക്തികളെ ദൈവം എപ്പോഴും രണ്ട് കാര്യങ്ങളിൽ കൂടെ നമ്മളോട് സംസാരിക്കും. അവൻ പറയുകയാണ്, അപ്പോൾ യേശു എന്താ പറഞ്ഞേ? മരിച്ചവർ അല്ലെ എന്താ പറഞ്ഞത്? മരിച്ചവർ തങ്ങളുടെ മരിച്ചവരെ അടക്കം ചെയ്യട്ടെ. നീ എന്റെ പിന്നാലെ മരിച്ചവർ, മരിച്ചു കിടക്കുന്ന മനുഷ്യ. ഹല്ലേലൂയ. യേശു പറയാണ്, മരിച്ചവൻ നീയോ? ഇവനെ അനുഗമിക്കാൻ വന്ന ആ ശിഷ്യനോട് പറയുകയാണ്, അവൻ മരിച്ചവനാണ്. മരിച്ചവർ തങ്ങളുടെ മരിച്ചവരെ അടക്കം ചെയ്യട്ടെ. എന്നാൽ ശിഷ്യനാകാൻ വന്ന ആ വ്യക്തി ഹല്ലേലൂയ ജീവനുണ്ട്. യേശുവിന്റെ ദൃഷ്ടിയിൽ അവൻ മരിച്ചവനാണ്. ഹല്ലേലൂയ. യേശുവിന്റെ സൃഷ്ടിയിൽ അവൻ മരിച്ചവനാണ്. അപ്പോൾ ദൈവം പറയാണ്, മരിച്ചവൻ മരിച്ചവരെ അടക്കം ചെയ്യട്ടെ. ചെറിയ വിഷയമാണോ ഇത്? ചെറിയ വിഷയമല്ല. അതാണ് യേശു എന്ന് പറയുന്നത്. ഹല്ലേലൂയ. യേശുവിന്റെ കണ്ണ് സകലയിടത്തും വ്യാപരിച്ചുകൊണ്ടിരിക്കുക. രണ്ട് ദിനവൃത്താന്തം 16-ാം അധ്യായത്തില് യഹോവയുടെ കണ്ണ് ഭൂമിയിലെല്ലായിടവും ഊടാടി സഞ്ചരിക്കുന്നു. ഹല്ലേലൂയ. ഹല്ലേലൂയ. യഹോവയുടെ കണ്ണ് ഭൂമിയിലെല്ലായിടവും ഊടാടിയാണ് സഞ്ചരിക്കുന്നത്. തന്നിൽ ഏകാഗ്രചിത്തന്മാർക്ക് വേണ്ടി യഹോവ തന്നെത്താൻ ബലവാനെന്ന് കാണിക്കും. യഹോവ തന്നെത്താൻ ആ ബലവാൻ ഇന്ന് രാവിലെ ആന്റണിയോട് പറഞ്ഞു, ആന്റണി മോനെ, നിന്റെ ടെമ്പറേച്ചർ ഞാൻ എടുത്തുകൊണ്ടിരിക്കുക. എന്താ കാര്യം? ആന്റണിയുടെ ടെമ്പറേച്ചർ റൈറ്റാണ്. ടെമ്പറേച്ചർ കൂടിയിട്ടുമില്ല കുറഞ്ഞിട്ടുമില്ല ശാരീരികമായി. എന്നാൽ ആന്റണിയുടെ സ്പിരിച്വൽ ടെമ്പറേച്ചർ, ആന്റണി എടുത്ത തീരുമാനത്തിലെ ടെമ്പറേച്ചർ, നാം ദൈവസന്നിധി എടുത്ത ഒരു തീരുമാനമുണ്ട്. ആ തീരുമാനത്തിനകത്ത് നമ്മൾ മുന്നോട്ട് പോകുന്നു പുറകോട്ട് പോകുന്നു എന്ന് ദൈവം മീറ്റർ വെച്ച് തെർമോമീറ്റർ വെച്ച് ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുക. ഇതിന്റെ മർമ്മം അതാണ്. അല്ലെ കാര്യം ആന്റണിയെ പറ്റി ദൈവത്തിന് ഒരു പദ്ധതി ഉള്ളത് കൊണ്ട് ഇവിടെ മരിച്ചവരെ അടക്കം ചെയ്യട്ടെ എന്ന് പറഞ്ഞു. ഹല്ലേലൂയ. 22-ാം വാക്യം. ഒരു മിനിറ്റ് ഞാൻ നിങ്ങളുടെ ഇവിടെ നിൽക്കണം. ഇവിടെ ഒരു വചനം ഞാൻ നിങ്ങളോട് പറയാം. യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായം 66-ാം വാക്യം ഒന്ന് വായിച്ചാട്ടെ. യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായം 66-ാം വാക്യം. പിന്നെ അവനോട് കൂടെ സഞ്ചരിച്ചില്ല. ആകയാൽ യേശു പന്നികളോട് നിങ്ങൾക്കും പോയിക്കൊള്ളുവാൻ മനസ്സുണ്ടോ എന്ന് ചോദിച്ചു. ശിമോൻ പത്രോസ് അവനോട്, കർത്താവേ, ഞങ്ങൾ ആരുടെ പക്കൽ പോകും? ആരുടെ അടുക്കൽ പോകും? നിത്യജീവന്റെ വചനങ്ങൾ നിന്റെ പക്കലുണ്ട്. ആമേൻ. ഇവിടെ ഒരു സംഭവം നടക്കുകയാണ്. ഇവിടെ രണ്ട് വ്യക്തികളെ ദൈവാത്മാവ് കാണിച്ചിട്ട് രണ്ടുപേർ പിന്മാറിപ്പോയി. ഒരിക്കൽ ഒരു സംഭവം നടന്നപ്പോൾ യേശു തന്റെ ശിഷ്യന്മാരോട് ചോദിക്കുകയാണ്, നിങ്ങൾക്ക് പിന്മാറിപ്പോയി കൂടെ? ഹല്ലേലൂയ. അവർ പറയുകയാണ്, ഞങ്ങൾ എന്താ പറഞ്ഞത്? ഞങ്ങൾ നിന്നെ വിട്ട് എവിടെ പോകും? നിത്യജീവന്റെ മൊഴികൾ നിന്നിൽ ഉണ്ട്. ഈ ശിഷ്യന്മാരാണ് ലോകത്തെ കീഴ്മേൽ മറിച്ചവര്. മർമ്മം ഞാൻ ദൈവാത്മാവിൽ നിന്നുകൊണ്ട് വിളിച്ചു പറയുകയാണ്, അല്ലെങ്കിൽ നിങ്ങൾക്കും വിട്ടുപോകാൻ പറ്റുമെങ്കിൽ പോകാം. ദൈവജനമേ, പ്രശ്നങ്ങളും പ്രതിസന്ധിയുടെയും മധ്യത്തിൽ നമ്മൾ വിട്ടുപോകാതെ ഇപ്പോഴും പിടിച്ചു നിൽക്കുന്നത് എന്താണെന്നറിയാമോ? നിത്യജീവന്റെ മൊഴികൾ നമ്മിൽ ഉണ്ട്. അല്ലെ, പണ്ടേ നമ്മൾ കയറെടുത്തേനെ, പണ്ടേ നമ്മൾ വീട് വിട്ടുപോയേനെ, പണ്ടേ നമ്മൾ വെള്ളത്തിൽ ചാടിപ്പോയേനെ. എന്നാൽ നിത്യജീവന്റെ മൊഴികൾ നമ്മിലുള്ളത് കൊണ്ട് നമ്മളെ പറ്റി
ദൈവത്തിനൊരു പദ്ധതിയുണ്ട്. ഹല്ലേലൂയ. ഈ മകളുടെ ജീവിതത്തിൽ ഭാരമുണ്ട്. മാതാപിതാക്കൾ, ഹല്ലേലൂയ, തോമസ് ബ്രദറെ, ഹല്ലേലൂയ, ഇങ്ങോട്ട് നോക്ക്. തോമസ് ബ്രദറെ, ഹല്ലേലൂയ, ദൈവത്തിന്റെ ആത്മാവ് പറയുകയാണ്, ഞാൻ പോകണമെങ്കിൽ പണ്ടേ പോകേണ്ടിയവനാ, ദൈവസഭ വിട്ടു പോകേണ്ടിയവനാ. എന്നാൽ ഞാൻ എവിടെ പോകും നിന്നെ വിട്ട? ദൈവത്തിന്റെ ആത്മാവ് സംസാരിക്കുകയാണ്. നാം അഭിമുഖീകരിക്കുന്ന അനവധി വിഷയങ്ങളുണ്ട്. അനവധി വിഷയത്തിൽ നാം വിട്ടുപോകേണ്ടതാ. ഹല്ലേലൂയ. നമ്മൾ വിട്ടുപോകാതെ ശിഷ്യന്മാര് പറയാണ്, പത്രോസ് പറയാണ്, ഞങ്ങൾ നിന്നെ വിട്ട് എവിടെ പോകും? ദൈവജനമേ, ഈ സഭായോഗത്തിൽ ഞാൻ നിങ്ങളോട് വിളിച്ചു പറയുകയാണ്, നാം അഭിമുഖീകരിക്കുന്ന പ്രശ്നം, ഞാൻ അഭിമുഖീകരിക്കുന്ന പ്രശ്നമുണ്ട്. ദൈവമേ, നിന്നെ വിട്ട് ഞങ്ങൾ എവിടെ പോകും? അവനെ വിട്ടു പോകാതെ ദൈവത്തിലുള്ള വിശ്വാസത്തിൽ ഉറച്ചുനിന്ന ശിഷ്യന്മാർ ഭൂമിയെ കീഴ്മേൽ മറിക്കത്തക്ക രീതിയിൽ ദൈവത്തിന്റെ ആത്മാവ് അവരിൽ വ്യാപിച്ചു. Praise the Lord. ആ ദൈവാത്മാവ് ഇന്ന് എന്റെ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന ദൈവമക്കളെ, നിങ്ങളെ പറ്റി ദൈവത്തിന് ഒരു പദ്ധതി ഉണ്ട്. ഉറക്കെ ഒരു സ്തോത്രം നൽകുക. മോളെ സിസ്റ്ററെ, ദൈവാത്മാവ് സംസാരിക്കുകയാണ്. ഞാൻ എനിക്ക് ദൈവം തന്ന എന്റെ മകളുടെ വിഷയത്തിൽ ഞാൻ പാരപ്പെടുകയാണ്. ദൈവാത്മാവ് സംസാരിക്കുകയാണ്. ദൂതേറ്റെടുത്തോളാം. ഹല്ലേലൂയ. നിങ്ങളുടെ ആളെ പറ്റി നിങ്ങൾ ഭാരപ്പെടുന്നു. നിങ്ങളുടെ ഭർത്താവ് തോമസ് ഭാരപ്പെടുന്നു. നിങ്ങൾക്ക് ദൈവത്തിലുള്ള ഒരു വിശ്വാസമുണ്ട്. ആ വിശ്വാസത്തിൽ നിന്നുകൊണ്ട് പറയാണ്, എന്റെ മകളുടെ വിഷയത്തിൽ ഞാൻ എവിടെ പോകും? ഉറപ്പ് പറയണം, ഞാൻ എവിടെ പോകും? നീയാണ് എന്നെ ജനിപ്പിച്ചത്. ആരെ? യഹോവയായ ദൈവം എന്നെ ജനിപ്പിച്ചത്. ഞാൻ പോകുവാനല്ല, നിന്റെ പ്രവൃത്തി എന്റെ ജീവിതത്തിൽ, എന്റെ തലമുറയുടെ ജീവിതത്തിൽ കണ്ട് ഞാൻ പോവുകയുള്ളൂ. ദൈവങ്ങള് ചില വ്യക്തികളോട് സംസാരിക്കുകയാണ്. തലമുറയുടെ വിഷയത്തിൽ ഭാരപ്പെടുന്ന വ്യക്തി ജീവിതത്തെ ദൈവാത്മാവ് പറയുകയാണ്, അവരുടെ അനുഗ്രഹത്തെ കണ്ട് ഞാൻ പോവുകയുള്ളൂ. ഹല്ലേലൂയ ലോർഡ്. ഇത് ദൈവവചനമാണ്, ഇത് എന്റെ വചനമല്ലിത്. ഹല്ലേലൂയ. മക്കളുടെ ഭാരം കണ്ട് ഭവനം വിട്ടുപോകുവാനും, അനേകരെ മക്കളുടെ ഭവനം, മക്കളുടെ പ്രശ്നത്തിൽ ഭാരപ്പെട്ട് ആത്മഹത്യ ചെയ്തവർ അനേക ആയിരങ്ങൾ ലക്ഷങ്ങളുണ്ട്. എന്നാൽ ഒരു ദൈവവേദനറിയാം, ഞാൻ അവനെ കണ്ടിറങ്ങി തിരിച്ചു. ആരെ കണ്ടിറങ്ങി തിരിച്ചു? എന്റെ യേശുവിനെ കണ്ട് ഞാൻ ഇറങ്ങി തിരിച്ചു. ഞാൻ ദൈവത്തിന്റെ നന്മ അനുഭവിച്ച് ഈ ഭൂമിയിൽ നിന്ന് മാറപ്പെടുകയുള്ളൂ. Praise the Lord. ദൈവത്തിന്റെ ഈ ആത്മാവ്. ഹല്ലേലൂയ. മോളെ, ഇന്ന് നിന്റെ വിടുതലിന്റെ ദിവസം. ഇന്ന് എന്തിന്റെ ദിവസമാ? ഓക്കെ, 8-ാം അധ്യായം. ഹല്ലേലൂയ. 24-ാം വാക്യം, 23 പോട്ടെ. അവനൊരു പടകിൽ കയറിയപ്പോൾ അവനൊരു പടകിൽ കയറിയാല് നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവായ യേശു ക്രിസ്തു പടകിൽ കയറി. അവന്റെ ശിഷ്യന്മാർ കൂടെ ചെന്നു. പിന്നെ കടലിൽ വലിയ ഓളമുണ്ടായിട്ട് പടക് തിരകളാൽ മുങ്ങുമാറായി. യേശു പടകിലുണ്ട്, ഓളമടിച്ചു. ഹല്ലേലൂയ. മോളെ സിസ്റ്ററെ, നിങ്ങളുടെ ജീവിതത്തിൽ യേശുവിനെ ആരാധിക്കുന്നു, യേശുവിനോട് കൂടി യാത്ര ചെയ്യുന്നു, ഓളമടിക്കുന്നുണ്ട്.
യേശു തൊടുന്ന പകലാണെന്ന്. യേശു തലമുറയെ തൊടുന്ന പകലാണ്. യേശു എന്നെ തൊടുന്ന പകലാണ്. നമ്മെ തൊടുന്ന പകലാണ്. ഈ ആലയത്തിൽ വരുന്ന ഓരോ വ്യക്തി ജീവിതത്തെയും തൊടുന്ന പകലാണ്. അപ്പോൾ 24-ാം വാക്യത്തില് കടലിൽ വലിയ ഓളമുണ്ടായി, പടക് തിരകളാൽ മുങ്ങുമാറായി. അവനോ ഉറങ്ങുകയായിരുന്നു. നമ്മുടെ ഓളത്തിനകത്ത്, നമ്മുടെ ഭാരത്തിനകത്ത് യേശു കാണുന്നുണ്ട്, പക്ഷെ നമ്മൾ ഉറങ്ങിക്കൊണ്ടിരിക്കുന്ന അവസ്ഥയിലായി. Praise the Lord. ഇവിടെ പറയുകയാണ്, അവൻ അടുത്ത് ചെന്നു. ആരെ? ഭാരത്തിലുള്ള ശിഷ്യന്മാർ അടുത്ത് ചെന്നു. നിങ്ങളൊന്ന് മനസ്സിലാക്കണം, ഈ വചനം ദൈവം വാഴ്ത്തി അനുഗ്രഹിച്ച് തന്നിരിക്കുകയാണ്. ഭാരമുള്ളവർ, പ്രശ്നമുള്ളവർ എവിടെ വന്നു? കർത്താവിന്റെ അടുക്കൽ വന്നു. ഹല്ലേലൂയ. കർത്താവേ രക്ഷിക്കണമേ, ഞങ്ങൾ നശിച്ചു പോകുന്നു എന്ന് പറഞ്ഞ് അവനെ ഉണർത്തി. നമ്മുടെ ഓളം അടിച്ച ഭാരപ്പെട്ടുകൊണ്ടിരിക്കുന്ന വിഷയത്തിന് മേൽ യേശുവിനെ ഉണർത്തുവാൻ പ്രതിസന്ധിയിലായ ആ വ്യക്തി ജീവിതമായിരിക്കണം. Praise the Lord. കർത്താവ് പടകിൽ കയറിയപ്പോ പടകിന് അപ്പുറം ഒരു ജനമുണ്ട്. അവർക്ക് ഓളം അടിച്ചിട്ടില്ല. ഓളം അടിച്ചോ? ഇല്ല. വചനത്തിലേക്ക് വരണം. കർത്താവിനോട് ചേർന്ന് യാത്ര ചെയ്യുന്ന, കർത്താവിനെ സ്തുതിച്ച യാത്ര ചെയ്യുന്ന നമ്മുടെ ജീവിതത്തിലാണ് ഈ ഓളം അടിച്ചേക്കുന്നത്. മനസ്സിലായോ? ഹല്ലേലൂയ. അപ്പോഴേ ഈ ഭാരത്തിന്റെ മധ്യത്തിൽ അവരെ യേശുവിനെ ഉണർത്തി. ആരെ ഉണർത്തി? നമ്മുടെ ചുമതലയാണ് യേശുവിനെ ഉണർത്താൻ. തോമസ് ബ്രദറെ, ഇന്ന് പകൽ സമയം യേശുവിനെ ഉണർത്തി വിടുതൽ പ്രാപിച്ച് പോകുന്ന പകലായിരിക്കണം. കാര്യം ഈ പടകിനകത്തെ വിഷയം പറയുകയാണ്. അവനവരോട് അല്പവിശ്വാസികളെ, നിങ്ങൾ ഭീരുക്കളാകുവാനെന്ന് പറഞ്ഞ ശേഷം എഴുന്നേറ്റ് കാറ്റിനെയും കടലിനെയും ശാസിച്ചപ്പോൾ വലിയ ശാന്തതയുണ്ടായി. അപ്പോൾ നമുക്ക് വേണ്ടി പ്രവർത്തിക്കുവാൻ ശക്തനായ ഒരു യേശുവിടെ ഉണ്ട്, നമ്മുടെ പടകിലുണ്ട്. നമ്മുടെ പടകിൽ ഹൃദയത്തിൽ യേശു വസിക്കുക. ഹല്ലേലൂയ. ശാന്തതയുണ്ടായപ്പോൾ ആ മനുഷ്യർ അതിശയിച്ചു. ഇവനെങ്ങനെയുള്ളവൻ, കാറ്റും കടലും കൂടെ ഇവനെ അനുസരിക്കുന്നുവല്ലോ എന്ന് പറഞ്ഞു. ഹല്ലേലൂയ. Praise the Lord. ഈ വചനം നിങ്ങൾ ശ്രദ്ധിച്ച് മനസ്സിലാക്കണം. പ്രകൃതിയുടെ മേൽ അധികാരമുള്ളവൻ. ആരുടെ മേലാ? പ്രകൃതിയുടെ മേൽ അധികാരമുള്ളവൻ യേശു. നമ്മുടെ മേൽ അധികാരമുള്ളവൻ യേശു. ഹല്ലേലൂയ. ദൈവം അധികാരമുണ്ട്. ഈ അധികാരമാണ് നെൽസൺ ബ്രദറെ, മാത്യു പാസ്റ്ററെ, ഹല്ലേലൂയ, തോമസ് ബ്രദറെ, ഹല്ലേലൂയ, ഹല്ലേലൂയ, ദൈവദാസ, നമുക്ക് ദൈവം തന്നിരിക്കുന്നത്. നമ്മളിത് വിനിയോഗിക്കുന്നില്ല. ഹല്ലേലൂയ. നമ്മളിത് ഉപയോഗിക്കുന്നില്ല. ഹല്ലേലൂയ. കർത്താവിന്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇവിടെ അത് കഴിഞ്ഞ് കാറ്റും കടലും എന്തായി? കാറ്റും കടലും നമ്മുടെ ഓളങ്ങളെ, നമ്മുടെ പ്രശ്നങ്ങളെ ശാന്തമാക്കുവാൻ ശക്തനായ ദൈവം നമ്മുടെ പടയിലുണ്ട്. നിങ്ങൾ എങ്ങും പോകണ്ട, നിങ്ങൾ ഒരിടത്തും പോകണ്ട, ഒരു പ്രവാചകനെ അന്വേഷിച്ച് പോകണ്ട. നിങ്ങൾ ഇരിക്കുന്ന ഇടത്ത് നിന്നുകൊണ്ട് നിങ്ങൾ വലിയ പ്രവാചകനും ലോകരക്ഷകനുമായ യേശുവിന്റെ അടുത്തേക്ക് വന്നിട്ട് പറയുക, കർത്താവേ, ഈ പ്രശ്നത്തിനകത്ത് ഞാൻ തളരാൻ പോവുകയാണ്, നീ എഴുന്നേറ്റേ പറ്റുകയുള്ളൂ. മനസ്സിലാവുന്നുണ്ട്? നീ ഇങ്ങനെ ഇരിക്കേണ്ടി ഇവിടെ ഇന്നലെ പറഞ്ഞു ഒരു വീട്ടിൽ പോകേണ്ടി ഇവിടെ വിവാഹം നടത്തി ഒരമ്മയാകേണ്ട
ഇന്ന് പകൽ സമയം ഈ ദൂത് നമ്മുടെ ഓരോരുത്തരും വേണ്ടിയുള്ളതാണ്. എനിക്കുള്ളൊരു ദൂതാണ്. ഇന്ന് പകൽ സമയം ഈ ദൂതിനെ നീ ഏറ്റെടുത്ത് കഴിയുമ്പോൾ വചനത്തിന്റെ ശക്തിയുടെ വ്യാപാരം ആ പേടിയെ മാറ്റും, ആ ഭയത്തെ മാറ്റും, ആ കുറവിനെ മാറ്റും, ആ തിരമാലകളെ മാറ്റും, ആ ഓടത്തെ മാറ്റും, യഥാസ്ഥാനപ്പെടും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഉറപ്പിൽ നിന്നോണം, ഉറപ്പിൽ നിൽക്കണം. ഹല്ലേലൂയ. ഇല്ലെങ്കിൽ ഈ വചനം ദൈവാത്മാവ് എന്നോട് പറയത്തില്ല. അടുത്ത ഞായറാഴ്ച ഒരു പക്ഷേ ഞാനിവിടെ കാണത്തില്ല, അടുത്ത ഞായറാഴ്ച വേറൊരിടത്തായിരിക്കും. എന്നാൽ ഇന്നത്തെ ദിവസം ദൈവം തന്ന ദൂത് ഞാൻ ജനത്തോട് വിളിച്ചറിയിക്കുകയാണ്. ഹല്ലേലൂയ. അപ്പൊ കാറ്റും കടലും ശാന്തമായി. നമ്മുടെ ആത്മീയ ജീവിതത്തില്, നമ്മുടെ ദൈനംദിന ജീവിതത്തില് കടന്നു വരുന്ന ഓരോ കാറ്റും കോളും സാത്താൻ പിടിച്ച് കുലുക്കി നമ്മെ താഴോട്ടിട്ട് ഞെരുക്കിയ വിഷയത്തിന് മേൽ ആത്മാവ് പറയുക, ഞാൻ നിന്നെ വിടുവിക്കുന്ന ദൈവമാണ്, ഞാൻ നിന്നെ വിടുവിക്കുന്ന ദൈവമാണ്. Praise the Lord. ഉറക്കെ ഒരു ഹല്ലേലൂയ. ഉറക്കെ പറ. എന്റെ യേശു എന്നെ വിടുവിക്കുന്നവനാ. ഉറക്കെ പറ. ഹല്ലേലൂയ. അപ്പോൾ ഇവിടെ എന്ത് സംഭവിച്ചു? ഒരു വിടുതലുണ്ടായി. അവിടെ ഒരു ആർക്ക് വിടുതലുണ്ടായി? ശിഷ്യന്മാർക്ക് വിടുതലുണ്ടായി. ഇന്ന് രാവിലെ ഈ ആലയത്തിൽ നമ്മുടെ വിശ്വാസി കുടുംബമേ, ഇന്ന് നമുക്കൊരു വിടുതലുണ്ടാവും. ഉണ്ടോ? ഉണ്ട്. മോളെ, ഇന്ന് എനിക്കൊരു വിടുതലുണ്ട്. ഉണ്ടോ? ഉണ്ടോ? ഉറക്കെ ഉണ്ട്. എഴുന്നേറ്റ് പറഞ്ഞോട്ടെ, എഴുന്നേറ്റ് പറഞ്ഞോട്ടെ, ഇന്ന് എനിക്ക് വിടുതലുണ്ട്. എന്റെ കോളിനെയും ഉറക്കെ, എന്റെ കോള് എന്ന് വെച്ചാൽ എന്നെ തകർക്കുവാൻ നിന്ന പോരിനെ യേശു ശാസിച്ചു. ഉറക്കെ പറ. ശാസിച്ചോ? ശാസിച്ചോ? ഒന്ന് ഉറക്കെ കാണിച്ചു. ഉറക്കെ. ഇന്ന് വിടുതലിന്റെ ശിക്ഷകൾ ദൈവാത്മാവ് ചെയ്യാൻ പോയോ? സമയം നിങ്ങൾ നോക്കല്ലേ. ഈ കുഞ്ഞിന്റെ ഭാവി ദൈവത്താൽ അനുഗ്രഹിക്കപ്പെടുന്ന ദിവസമാണ്. ഉറക്കെ. എന്റെ ഭാരത്തെ, എന്റെ വിലയെയും എന്റെ പ്രയാസത്തെയും ആര് വഹിച്ചു? ആര് വഹിച്ചു? യേശു വഹിച്ചു. ഒരു പക്ഷെ നാളെ ഇതുപോലൊരു ദിവസം നിൽക്കുന്നുണ്ടാകാം, സാധ്യതയില്ലായിരിക്കും. ഇന്ന് യഹോവ ഉണ്ടാക്കിയ ദിവസം, ഇന്ന് യഹോവയിൽ അനുഗ്രഹം പ്രാപിച്ചോ? ആര് ശാസിച്ചു? എന്റെ ഭാരത്തെയും എന്റെ വ്യതയെയും യേശു എന്ത് ചെയ്തു? യേശു ശാസിച്ചു. ഓർക്കാം, കൈകൊണ്ട് യേശു ശാസിച്ചു. ആരാ ശാസിച്ചത്? പാട്ടുണ്ടോ? യേശു ഉറപ്പുണ്ടോ? ഉറപ്പുണ്ടെങ്കിൽ ഇന്നു മുതൽ നിന്റെ ഭാവി പദ്ധതിക്ക് കർത്താവ് കാലുകൾ വെക്കാൻ പോയ. അത് കഴിഞ്ഞിട്ട് അടുത്ത വഴിയിലേക്ക് നടക്കാം നമുക്ക്. ഹല്ലേലൂയ. 8-ാം അധ്യായം, മത്തായി സുവിശേഷം 8-ാം അധ്യായം. അവൻ അക്കരയ്ക്കെതിരെ ദേശത്തെത്തിയാറെ ആ. 2-3 ഗ്രസ്തർ ശവക്കല്ലറകളിൽ നിന്ന് പുറപ്പെട്ട് അവന് എതിരെ വന്നു. അപ്പോൾ ദൈവത്തിന് ആകെ എതിരെ വന്നു. യേശുവിന്റെ യേശുവിന് എതിരെ ആര് വന്നു? ഭൂതഗ്രസ്തൻ. ഹല്ലേലൂയ. ഇത് കൊച്ചു വിഷയമാണ്. ഈ ഭൂതവും യേശുവിനെതിരെ കണ്ടു. നമ്മെ ഇവിടെ വചനം പറയാണ്. ആ വചനം വായിച്ചാട്ടെ. അവൻ അക്കരയ്ക്കെതിരെ നിങ്ങളുടെ ദേശത്തെത്തിയാറെ ആ. 2 ഭൂതഗ്രസ്തർ ശവക്കല്ലറകളിൽ നിന്ന് പുറപ്പെട്ട് ആ. അവനെതിരെ വന്നു. അവനെതിരെ, നമുക്കെതിരെ വരുന്ന ഭൂതഗ്രസ്തന്മാരാണ്. അനുകൂലമല്ലേ, എതിരെയാണ് വരുന്നത്. എന്നിട്ട് വായിച്ചാട്ടെ. അവർ അത്യുഗ്രന്മാരായിരുന്നതുകൊണ്ട് ആ. ആർക്കും ആ വഴി നടന്നുകൂടാഞ്ഞു. ആ. അവർ നിലവിളിച്ചു, ദൈവപുത്ര, ഞങ്ങൾക്കും നിനക്കും തമ്മിലെന്ത്? സമയത്തിന് മുമ്പേ ഞങ്ങളെ ദണ്ഡിപ്പിക്കുവാൻ ഇവിടെ വന്നു. സാത്താനറിയാം, എല്ലാത്തിനും ഒരു സമയം വെച്ചിട്ടുണ്ട്. എല്ലാത്തിനും ഒരു സമയം വെച്ചിട്ടുണ്ട്. ഇന്ന് ഈ മകളുടെ സമയമാണ്. സമയത്തിന് മുന്നേ നീ എന്നെ ദണ്ഡിപ്പിക്കാൻ വന്നിരിക്കുന്നു.
ഒരു സമയം കണക്ക് കൂട്ടിയായി. അന്ന് ദൈവത്തിന് സമയമില്ല. ദൈവത്തിനൊരു സമയം, നമ്മുടെ സമയമല്ല, ദൈവത്തിനൊരു സമയമാണ്. ഇന്ന് ദൈവത്തിന്റെ ഒരു സമയമാണ്. നിങ്ങൾ പ്രസവിച്ച നിങ്ങളുടെ മകളുടെ വിടുതലിന്റെ നിങ്ങൾ ശക്തമായി നിൽക്കണം. ഈ ദൂത് ഇന്നലെ രാത്രി ദൈവാത്മാവ് തന്നത് ഹല്ലേലൂയ ഈ കുഞ്ഞിന്റെ അടുത്ത ലെവലിലേക്ക് സ്റ്റെപ്പുകൾ വെക്കേണ്ട ഒരു ദിവസമാണ്. മാതാവും പിതാവും ഓർത്തുകൊള്ളണം. ഹല്ലേലൂയ. ഇന്ന് രണ്ട് വിടുതലായി ഇവിടെ നടക്കുന്നത്. ഹല്ലേലൂയ. തോമസ് ബ്രദറിന് മിസ്രൈമിന്റെ ശക്തികൾ തകർന്നു മാറുന്നു. ഹല്ലേലൂയ. അതോടൊപ്പം തന്നെ തന്റെ മകളുടെ ജീവിതത്തില് ഹല്ലേലൂയ തന്റെ മകളെ ദണ്ഡിപ്പിച്ചുകൊണ്ടിരുന്ന ആ ഭാരം ദൈവം അടിച്ചു മാറ്റുന്ന ഒരു മകളാണ്. ഞാൻ ഇന്നലെ ചുമ്മാതല്ല പറഞ്ഞത്. ഇന്നലെ ഞാൻ പറഞ്ഞു, മാത്യു പാസ്റ്റർ ഈ സഭയുടെ ശുശ്രൂഷകൻ, നിന്റെ വിവാഹം ഇവിടെ നടക്കപ്പെടും. ഇവിടെ പല വിഷയങ്ങളാണ് ഇതിനകത്ത് നടക്കുന്നത് അല്ലേ. പന്നിയുണ്ട്. ഇന്ന് ഇന്ത്യ മഹാരാജ്യത്തില് സുവിശേഷത്തിന് വിരോധമായി നിൽക്കുന്ന വ്യക്തി ജീവിതങ്ങളിൽ വ്യാപരിക്കുന്ന എന്ത് ശക്തിയാണെന്ന് ഞാൻ ഓപ്പണായിട്ട് പറയുന്നില്ല. ഹല്ലേലൂയ. ഇന്ന് ഇന്ത്യ മഹാരാജ്യത്ത് രണ്ട് തിമോത്തി 2:8 ദാവീദിന്റെ സന്തതിയായി ജനിച്ച് മരിച്ച് അടക്കപ്പെട്ട് മൂന്നാമ ഉയർത്തെഴുന്നേറ്റ യേശുവിനെ ഓർത്തുകൊള്ളുവീൻ. അതാകുന്നു സുവിശേഷം. ഹല്ലേലൂയ. ഐസ്യമിന്റെ ഹല്ലേലൂയ വേർഡ് അതാണ്. 2 Timothy 2:8. അപ്പോൾ ദാവീദിന്റെ സന്തതിയായി ജനിച്ച് മരിച്ച് അടക്കപ്പെട്ട് മൂന്നാം നാൾ ഉയർത്തെഴുന്നേറ്റ യേശുവിനെ ഓർത്തുകൊള്ളുവീൻ. അതാവുന്ന സുവിശേഷം. പന്നിക്ക് വല്ല സുവിശേഷം ഉണ്ടോ? ഇല്ല. പന്നികൾ നമ്മെ മറിക്കുവാൻ, സുവിശേഷത്തെ തകർക്കുവാൻ അവൻ എഴുന്നേൽക്കുമ്പോൾ ഹല്ലേലൂയ ദൈവത്തിന്റെ ആത്മാവിൽ നിന്നുകൊണ്ട് ഞാൻ വിളിച്ചു പറയുകയാണ്, ഒരു കാലത്ത് നമ്മളിലും വസിച്ചിരുന്ന വന്യമൃഗങ്ങളായിരുന്നു അല്ലേ. ചെറിയ മൃഗമാണോ? വലിയ മൃഗമായിരുന്നു നമ്മളിൽ പണ്ട് വസിച്ചത്. നമ്മൾ യേശുവിനെ അറിയുന്നതിന് മുന്നേ നമ്മളിൽ അധിവസിച്ചിരുന്ന ഒരു മഹാ അന്ധകാര ശക്തിയായിരുന്നു. ഈ അന്ധകാര ശക്തി നമ്മിൽ നിന്ന് മാറി നാം ഒരു ദൈവ പൈതലായി മാറി. Praise the Lord. നിങ്ങൾ മനസ്സിലാക്കണം, ഇവിടെ ദൈവം ഹല്ലേലൂയ ദൈവം ഈ ഭൂതഗ്രസ്തത്തിനെ ശാസിച്ചു. ദൈവം നമ്മുടെ വിശ്വാസത്തിൽ വരുന്നതിന് മുന്നേ ദൈവത്തിന്റെ ആത്മാവ് നമ്മളെ ഏൽപ്പിച്ചു കൊടുത്തപ്പോൾ നമ്മെ ദൈവ പൈതലായി മാറി. നമ്മൾ വ്യാപിച്ചിരുന്ന അന്യജീവികൾ, കോപത്തിന്റെ ആത്മാവ്, പാപത്തിന്റെ ആത്മാവ്, സകലവിധ നാനാവിധ പാപത്താലും പിടിക്കപ്പെട്ടിരുന്ന നമ്മള് ദൈവത്തിലേക്ക് വന്നപ്പോൾ നമ്മൾ വ്യാപരിച്ചിരിക്കുന്ന അന്ധകാലത്ത് വ്യാപരിച്ച വൈശ്വാസിക ശക്തികൾ യേശു ക്രിസ്തുവിൽ കൂടെ വിട്ടുപോയി. അപ്പോൾ വായിച്ചാട്ടെ. ഒരു ഭാവി മാനസാന്തരപ്പെടുമ്പോൾ, ഒരു ഭാവി രക്ഷയിലേക്ക് കടന്നു വരുമ്പോൾ അവനിൽ വ്യാപരിച്ചിരിക്കുന്ന വൈശാലിക കോട്ടയുടെ ദുഷ്ടാത്മ ശക്തികൾ പുറപ്പെട്ടു പോകും. പോയിട്ട് ചിലപ്പോൾ പല
കർത്താവ് പ്രവർത്തിക്കുന്നത്. എന്നിട്ട് വായിച്ചാട്ട്. അവർ പുറപ്പെട്ട് പന്നികളിലേക്ക് ചെന്നു. ആ കൂട്ടെല്ലാം കടൽത്തൂക്കത്തോടെ കടലിലേക്ക് പാഞ്ഞു വെള്ളത്തിൽ മുങ്ങിച്ചെത്തു. മേയ്ക്കുന്നവരോട് പട്ടണത്തിൽ ചെന്ന് സകലരും ബോധവ്യക്തന്മാരുടെ വസ്തുതയെ അറിയിച്ചു. ഉടനെ പട്ടണം എല്ലാം പുറപ്പെട്ട് യേശുവിന് എതിരെ ചെന്നു. അവനെ കണ്ട ആരെല്ലാം വേണ്ടാതെ വിട്ടുപോകണമെന്ന് എന്താ ഇവിടെ സംഭവം? ജനം, ഇത് ഞാൻ ഓപ്പണായിട്ടാ സംസാരിക്കുന്നത്, എനിക്ക് പേടി ഭയമില്ല. ഹല്ലേലൂയ. ഇവിടെ ഒരു വിടുതൽ നടന്നപ്പോൾ ജനം പറയാണ് ഞങ്ങളുടെ ദേശം വിട്ടു പോകണമെന്ന്. ക്രിസ്ത്യാനി, നീ ദേശം വിട്ടു പോകാനുള്ളവരല്ല. നമ്മെ ഈ ദേശത്ത് നിന്ന് ഓടിച്ചു കളയുവാൻ ദുഷ്ടാത്മ ശക്തികൾ പരിശ്രമിക്കും. നിന്നെ ദേശം വിട്ടു പോകുവാൻ അവർ നിർബന്ധിക്കും. ദേശം വിട്ടു പോകുവാനല്ല ദൈവം നമ്മെ ഈ ഭൂമിയിൽ രക്ഷിക്കപ്പെടുത്തി ഭൂമിയിലാക്കിയിരിക്കുന്നത് യേശുവിന്റെ സുവിശേഷം അറിയിക്കുവാനാണ്. ഇന്ന് പാസ്റ്റർ പറഞ്ഞതുപോലെ ഒരു പ്രസവ വേദനയാണ്. ഹല്ലേലൂയ. ഈ സുവിശേഷം നമ്മുടെ ഉള്ളിൽ കടന്നു വന്നിട്ട് ഈ സുവിശേഷം ഒരു പ്രസവ വേദന പോലെ നമ്മളിൽ വസിക്കുകയാണ്. എന്നിട്ട് യേശുവിന്റെ വചനം പറഞ്ഞ് നമ്മൾ അനേകരെ രക്ഷയിലേക്ക് ഒരു വ്യക്തിയിലേക്ക് വന്നു കഴിയും. ഒരു വ്യക്തി ക്രിസ്തുവിലേക്ക് വന്നു കഴിയുമ്പോൾ ഒരാളെ പ്രസവിച്ചു. ഹല്ലേലൂയ. ഇവിടെ സംബന്ധങ്ങൾ മനസ്സിലാക്കണം. ഇവിടെ പന്നികളിലേക്ക് പോയി. പന്നികളിലേക്ക് പോയപ്പോൾ ദേശത്തിലെ ആൾക്കാർ, ഇന്ന് നാം ആയിരിക്കുന്ന ഈ ദേശത്തിലെ ജനം ആർക്ക് വിരോധമാണ്? നമ്മക്കല്ല, ക്രിസ്തുവിനാ വിരോധം. ഇന്ന് ഇവിടെ ഒരു കാര്യം പ്രശ്നമല്ല, ഇത് റെക്കോർഡ് പോയി. ഇന്ന്